പമ്പാ തീരത്ത് ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ കേരള സമൂഹത്തിനു മുന്നിൽ CPM മറുപടി പറയേണ്ട ഒട്ടനവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം നിരവധി കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിന് ഭഗവത്ഗീത വരെ ഉദ്ധരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇത് കേരള സമൂഹത്തിൽ CPM-നെ സംബന്ധിച്ച് വളരെ വലിയ ഗൗരവതരമായ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥപ്പെടുത്തുന്നു എന്നതാണ് ഏറെ രസകരമായ ഒരു കാര്യം. നമുക്കറിയാം 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, അന്ന് ഈ സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ സ്വീകരിച്ച നിലപാട്, അവിടെ നിന്നും ഇപ്പോൾ CPM എവിടെ എത്തി നിൽക്കുന്നു എന്നതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ന് 2018 യുവതീ പ്രവേശന വിവാദ സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ആഗോള അയ്യപ്പ സംഗമത്തിനായിട്ട് എത്തിയപ്പോൾ പമ്പാ തീരത്ത് വെച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധിയിൽ സുപ്രീം കോടതിക്ക് തെറ്റുപറ്റി എന്നാണ്. ഒപ്പം തന്നെ ശബരിമലയിലെ യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അന്നുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയെ മറികടക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് MV ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയത്. അദ്ദേഹം അന്ന് പറഞ്ഞത് ശബരിമലയിലെ യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമല്ല, കഴിഞ്ഞ അധ്യായം എന്നാണ് പാർട്ടി സെക്രട്ടറി വിലയിരുത്തിയത്. അദ്ദേഹം അതിന് വിശദീകരണം നൽകുന്നത് ഇനിയും അത് തുറക്കാം, അതിന് തങ്ങൾക്ക് മടിയൊന്നുമില്ല, ചർച്ചയാകാമെന്നാണ്. എന്നാൽ പാർട്ടി സെക്രട്ടറിയെ തള്ളുന്ന ഒരു നിലപാട്, അത് അടഞ്ഞ അധ്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ അവർക്ക് ഈ കഴിഞ്ഞ 7 വർഷത്തോളം വേണ്ടി വന്നു അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടാൻ. അന്നും ഇന്നും ഒരേ നിലപാടാണ് ഈ വിഷയത്തിൽ UDF സ്വീകരിച്ചിരിക്കുന്നത് എന്നത് കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇന്ന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത് അദ്ദേഹത്തിന്റെ കാറിൽ വെള്ളാപ്പള്ളി നടേശനുമായിട്ടാണ്. ഈ രണ്ടുപേരും കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇപ്പോൾ ഏറ്റവും അടുത്ത എണ്ണപിരിയാത്ത സുഹൃത്തുക്കളാണ്. ഈ പിണറായി വിജയന്റെ എല്ലാ ചെയ്തികളെയും സുഖിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനെ പുകഴ്ത്തിപ്പാടുന്ന വെള്ളാപ്പള്ളി നടേശൻ ഓരോ സെക്കൻഡിലും പറയുന്ന വർഗീയതയ്ക്ക് കുടപിടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഈ വേദിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിനെതിരായിട്ട് അങ്ങേയറ്റം വിഷലിപ്തമായ കാര്യങ്ങൾ പറയുന്ന, പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് BJP നേതാക്കളെക്കാളും ഒക്കെ തന്നെ അത് വെള്ളാപ്പള്ളി നടേശനാണ്. അടുത്തിടയ്ക്ക് പോലും അദ്ദേഹം മലപ്പുറത്തിനെതിരായിട്ട് മലപ്പുറത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വർഗീയ പരാമർശങ്ങൾ നടത്തി. അതിനെയൊക്കെ തന്നെ വെള്ളപൂശി അതിന്റെ പിറ്റേന്നാണ് പിണറായി വിജയൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ച് തലയിൽ കിരീടം ചൂടി അദ്ദേഹത്തിന്റെ നാവിൽ സരസ്വതി വിളയാട്ടമുണ്ട് എന്ന് അദ്ദേഹത്തിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ഇതിനെയെല്ലാം നോർമലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നും അദ്ദേഹം മുഖ്യമന്ത്രിയിൽ നിന്നും അത്തരം ഒരു പിന്തുണ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ശക്തിയായി തന്റെ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും കൂടുതൽ ശക്തിയായിട്ട് മുസ്ലിങ്ങൾക്കെതിരായിട്ട് അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തു. പിന്നീട് കൊച്ചിയിൽ നടന്ന യോഗത്തിൽ ഈ പറയുന്ന പോലെ മന്ത്രിമാർ തന്നെ അവിടെ എത്തി അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ കൊടുത്തും ഇങ്ങനെ വെള്ളാപ്പള്ളിയും സർക്കാരും മുഖ്യമന്ത്രിയും മുന്നോട്ട് പോവുകയാണ്. അതും കേരളം കണ്ടു. അദ്ദേഹത്തെയാണ് നവോത്ഥാന സംരക്ഷണ സമിതിയുടെ തലപ്പത്ത് ഈ 2018 ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ തലപ്പത്ത് ഇരുത്തിയിരിക്കുന്നത്. ഇന്നും അദ്ദേഹം ആ പദവിയിൽ തുടരുന്നു എന്നതും ഏറെ രസകരമായ ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ഇന്ന് ഈ ദേശീയ ഒരു ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ ചിത്രത്തോടു കൂടിയ ഒരു പരസ്യം വന്നിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ തന്നെ ചില ഹർജികൾ വന്നിരുന്നു. ആ ഹർജികളിൽ ഹൈക്കോടതിയിൽ സർക്കാർ കൊടുത്ത ഉറപ്പിന് ഘടകവിരുദ്ധമാണ്, ആ ഉറപ്പ് സർക്കാർ ലംഘിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിന്റെ കീഴിലുള്ള പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് ഈ പറയുന്ന പോലെ ഇതിനായിട്ട് പണം മുടക്കി മുഖ്യമന്ത്രിയുടെ ചിത്രത്തോടു കൂടി ഒരു ദേശീയ ദിനപത്രത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പരസ്യം കൊടുത്തിരിക്കുന്നത്. അത് എങ്ങനെ സാധിക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഹൈക്കോടതിയിലെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഹർജി വന്നപ്പോൾ ഹൈക്കോടതി അന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയ കാര്യം, സർക്കാരിന് കൊടുത്തിരുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് സർക്കാരോ ദേവസ്വം ബോർഡോ 1 രൂപ പോലും ചെലവാക്കരുത് എന്നായിരുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം മലബാർ ദേവസ്വം ബോർഡ് ഒരു ഉത്തരവിറക്കിയിരുന്നു. അത് മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണം എന്നതിനെ ആയിരുന്നു. ഈ പരിപാടി വിജയിപ്പിക്കാനായിട്ട് എല്ലാ ദേവസ്വം ജീവനക്കാരും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് നിർദ്ദേശിച്ചു. ഒപ്പം തന്നെ ഇവരുടെ യാത്രാ ചെലവിനായിട്ട്
ഈ ദേവസ്വത്തിന്റെ തനത് ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിക്കാമെന്നും ഒരു ഉത്തരവിറക്കി. ഇത് വലിയ വിവാദമായി. ഇതിനെതിരെ ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെ ആ ഉത്തരവ് റദ്ദാക്കുന്ന, സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് സർക്കാർ ദേവസ്വമോ 1 രൂപ പോലും ചെലവാക്കരുത് എന്നൊരു നിർദ്ദേശം നിൽക്കുമ്പോഴാണ് സർക്കാരിന്റെ കീഴിലുള്ള പബ്ലിക് റിലേഷൻസ് വകുപ്പ് കാശ് മുടക്കി ഒരു പരസ്യം കൊടുത്തിരിക്കുന്നത്. അത് സർക്കാർ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ഉറപ്പിന്റെ ലംഘനമാണ്. അതിനും സർക്കാർ മറുപടി പറയേണ്ടതുണ്ട്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഇന്ന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ദേവസ്വം മന്ത്രി കൂടിയായ VN വാസവൻ ഒരു പ്രമുഖമായ ഒരു നേതാവിന്റെ, സംസ്ഥാനത്തെ ഒരു രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആശംസ അവിടെ വായിക്കുകയുണ്ടായി, ആശംസാ സന്ദേശം വായിക്കുകയുണ്ടായി. അത് മറ്റാരുടേതുമല്ല, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി BJPയുടെ പ്രമുഖ ദേശീയ തലത്തിലെ നേതാവ് യോഗി ആദിത്യനാഥിൻ്റെതാണ്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: തനിക്ക് ഈ പരിപാടിക്ക് ക്ഷണമുണ്ടായിരുന്നതിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, എങ്കിലും തന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പരിപാടി ഒരു വിജയമായിട്ട് മാറട്ടെ, പരിപാടി ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ അത് നേടാൻ കഴിയട്ടെ, അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു എന്നാണ് ഈ സന്ദേശത്തിൽ പറയുന്നത്. അത് അവിടെ വലിയ സംസ്ഥാന സർക്കാരിന് ലഭിച്ച എന്തോ വലിയ ഒരു ഓസ്കാർ അവാർഡ് എന്ന നിലയിലാണ് VN വാസവൻ വേദിയിൽ അത് പറഞ്ഞത്. നമുക്കറിയാം, ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും അധികം വർഗീയത പറയുന്ന ഒരു വ്യക്തിയാണ് ഈ യോഗി ആദിത്യനാഥ്. വർഗീയ പരാമർശങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ ആര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം യോഗി ആദിത്യനാഥാണ്. അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയെല്ലാം തന്നെ ശത്രുക്കളായിട്ട് കാണുന്ന, അവർക്കെതിരായിട്ടുള്ള വിദ്വേഷം വമിപ്പിക്കുന്ന രീതിയിൽ ഓരോ മണിക്കൂറിലും പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു വ്യക്തിയാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിന്റെ ഒരു ആശംസ വലിയ മഹത് കാര്യമായിട്ട് ഈ ഇടതുപക്ഷ സർക്കാർ എടുക്കുന്നു എന്നത് ഏറെ ദുഃഖകരമാണ്. പ്രത്യേകിച്ചും സംഘപരിവാറിനെതിരെ തങ്ങൾ സന്ധിയില്ലാത്ത സമരം നടത്തുന്നു, പോരാട്ടം നടത്തുന്ന പാർട്ടി തങ്ങളാണ് എന്ന ഊറ്റം കൊള്ളുന്ന ഒരു പാർട്ടിയാണ് CPM. അവരുടെ ഒരു മന്ത്രിയാണ് ഇത്തരത്തിൽ യോഗി ആദിത്യനാഥിന്റെ ആശംസകളെ സ്വീകരിക്കുന്നത്. തങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഈ പറയുന്ന പോലെ എല്ലാ വർഗീയവാദികളെയും കൂട്ടുപിടിക്കുകയും അവരുടെയൊക്കെ തന്നെ ആശംസകളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങാനും സ്വീകരിക്കാനും ഒക്കെ തന്നെ ഈ പാർട്ടി സന്നദ്ധമായി അങ്ങനെ അത് അധപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ ഒരു സംഭവം. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ പരിപാടി എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. തുടക്കം മുതൽ സർക്കാർ പറയുന്നത് ഈ പറയുന്നതിലെ ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ്, ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് എന്നതാണ്. എന്നാൽ ഈ കാര്യപരിപാടിയിൽ അതിന്റെ നോട്ടീസിൽ നോക്കുമ്പോൾ 12 മണി മുതലാണ് ഈ പറയുന്നത് പോലെ സമാന്തര ചർച്ചകൾ നടക്കുന്നത്. 3 വിഷയങ്ങളിൽ, ഒന്ന് അതിനകത്ത് ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ ആണ്, മറ്റൊന്ന് ഈ പറയുന്നത് പോലെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഈ 1.5 മണിക്കൂർ മാത്രമാണ് ഈ ചർച്ചയുള്ളത്. അതിനുവേണ്ടി മാത്രം ഇത്തരത്തിലൊരു പരിപാടി എന്തിന് സംഘടിപ്പിക്കണം എന്ന ചോദ്യമായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് മുതൽ ഈ അയ്യപ്പ ഗാനങ്ങളാണ് ആലപിക്കുകയാണ്. അതായത് ഒരു ഭക്തി ഗാനമേള പോലെയാണ് പരിപാടി. ഈ 2 പരിപാടികളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ ശബരിമല മാസ്റ്റർ പ്ലാനോ അല്ലെങ്കിൽ ഈ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യമോ ഒക്കെ തന്നെ ചർച്ച ചെയ്യാനാണെങ്കിൽ, അതിനകത്തൊരു തീരുമാനമെടുക്കാനാണെങ്കിൽ എന്തിന് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു പരിപാടി നടത്തണം? മറിച്ച് ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉദ്യോഗസ്ഥതല ചർച്ച വിളിച്ച് അതിനകത്ത് തീരുമാനമെടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ പരിപാടിയുടെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം ഇതൊന്നുമല്ല, മറിച്ച് നേരത്തെ തന്നെ പ്രതിപക്ഷം, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഉന്നയിച്ചതുപോലെ ഇതൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ്, ഒരു രാഷ്ട്രീയ അജണ്ടയാണ്, വോട്ട് തട്ടാനുള്ള ഒരു അടവ് മാത്രമാണ് എന്ന ആരോപണം. നമുക്കറിയാം, 2018 ഈ യുവതി പ്രവേശനത്തിന് പിന്നാലെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് സംസ്ഥാനത്ത് വലിയൊരു തിരിച്ചടി ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് ഈ ശബരിമല വിഷയത്തിൽ കൈപൊള്ളി എന്ന് തിരിച്ചറിയുകയും അവർ വീട് വീടാന്തരം കയറിയിറങ്ങിയ ഒരു ഗൃഹസമ്പർക്ക പരിപാടി നടത്തുകയും ഈ വിഷയത്തിൽ തെറ്റേറ്റു പറയുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അന്നു മുതൽ ഹിന്ദു സമൂഹം LDF-നോട് അകന്നു നിൽക്കുകയാണ്. ആ അകന്നുപോയ ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ചും ഈഴവ വോട്ടുകളൊക്കെ തന്നെ തങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ആ ഹിന്ദു സമുദായത്തെ ഒന്ന് പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് പോലെ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനം അത് ശരിവെക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.